ഗുഡ് മോർണിംഗ് ബി എൻ ഐയുടെ പുതിയ ട്രാഫിക് റൂൾസ് വന്നിരിക്കുകയാണ്. നമുക്കതിനെക്കുറിച്ച് ഇന്ന് കൂടുതലായിട്ട് അറിയാം. ബി എൻ ഐനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ബി എൻ ഐയുടെ കോർ വാല്യൂ ആണ് ഗിവേഴ്സ് ഗെയിൻ. അതായത് ഏറ്റവും കൂടുതൽ ഗിവ് ചെയ്യുന്ന ആൾ ഗെയിൻ ചെയ്യും എന്നുള്ളതാണ് ബി എൻ ഐയുടെ ഫിലോസഫി. ഇത് എങ്ങനെ അറിയാം മറ്റുള്ളവർക്ക് എന്ന് ഉള്ള ബി എൻ ഐയുടെ ഒരു ടൂളാണ് ബി എൻ ഐ ട്രാഫിക് ലൈറ്റ്സ്. അപ്പോൾ ബി എൻ ഐ ട്രാഫിക് ലൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ആളൊരു നല്ല ഗിവർ ആണോ എന്നുള്ളത്. ഏറ്റവും നല്ല മെമ്പറിനെ ഗ്രീൻ മെമ്പർ എന്നാണ് ബി എൻ ഐയിൽ വിളിക്കുക. അതിന് 70 ഓർ മോർ പോയിന്റ്സ് ട്രാഫിക് ലൈറ്റ്സിൽ കിട്ടണം. പിന്നെ വരുന്നത് ആംബർ പോയിന്റ്സ് ആണ്, അതിന് 50 ഓർ മോർ പോയിന്റ്സ്. പിന്നെ റെഡ് ആണ്, അതിന് 30 ഓർ മോർ പോയിന്റ്സ്. 30ക്ക് താഴെയാണെങ്കിൽ ഗ്രേ മെമ്പേഴ്സ് എന്നാണ് ബി എൻ ഐയിൽ വിളിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഈ പോയിന്റ്സ് ഗിവിങ് ആറ്റിറ്റ്യൂഡ് വഴി നമുക്ക് കിട്ടാം എന്നുള്ളത് നമുക്ക് നോക്കാം. ബി എൻ ഐ നമുക്ക് 7 വഴികളാണ് ഈ ട്രാഫിക് ലൈറ്റ്സിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്ന ഗിവിങ് ആറ്റിറ്റ്യൂഡ്സ്. ഒന്നെന്ന് പറയുന്നത് അറ്റൻഡൻസ്, രണ്ടാമത് 1-to-1, തേർഡ് വൺ റെഫറൽസ്, ഫോർത്ത് വൺ താങ്ക് യു നോട്ട്സ്, TYFTB എന്ന് പറയും. പിന്നെ വിസിറ്റേഴ്സ്, സ്പോൺസേഴ്സ് ആൻഡ് ട്രെയിനിങ്സ്. നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നോക്കാം. ഈ 7 ഗിവിങ് ആറ്റിറ്റ്യൂഡ്സും സ്കോർ ചെയ്യപ്പെടുന്നത് ലാസ്റ്റ് 6 മന്ത്സിലെ നിങ്ങളുടെ പെർഫോമൻസ് വെച്ചിട്ടാണ്. ലാസ്റ്റ് 6 മന്ത്സിലെ സ്കോർ വെച്ചിട്ടായിരിക്കും ഈ മാസത്തെ ട്രാഫിക് ലൈറ്റ്സ് നിങ്ങൾ പബ്ലിഷ് ആയിട്ട് വരാം. എല്ലാ മാസവും ട്രാഫിക് ലൈറ്റ്സ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ടൂളായിട്ടുള്ള അറ്റൻഡൻസിനെ കുറിച്ച് പഠിക്കാം. ബി എൻ ഐയിൽ വരിക എന്നുള്ളതാണ്, അറ്റൻഡൻസ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 3 ആബ്സെന്റ് വരെയാണ് ഒരു ടേം എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ ബി എൻ ഐ അലോ ചെയ്യുന്നത്. ട്രാഫിക് ലൈറ്റ്സിനെ സംബന്ധിച്ച് ഇതിൽ 2 ആബ്സെന്റ് ആയി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ 5 പോയിന്റ്സ് നഷ്ടപ്പെടും. 3 പ്രാവശ്യം ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മുഴുവൻ പോയിന്റ്സുമായ 10 പോയിന്റ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ബി എൻ ഐയുടെ അടുത്ത ടൂളാണ് 1-to-1. 1-to-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ചെന്ന് അവരുടെ ഓർഗനൈസേഷന്റെ സർവീസോ അല്ലെങ്കിൽ പ്രോഡക്റ്റോ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ടൂളിനെയാണ് 1-to-1 എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവരെ കുറിച്ച് പഠിക്കുന്നതിന് ബി എൻ ഐ പോയിന്റ്സ് തരുന്നുണ്ട്. എവരി 1-to-1 ഇൻ എ മന്ത് 5 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഇൻ എ മന്ത് 4 1-to-1s വരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പോയിന്റ് ആയിട്ടുള്ള 20 പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ 6 മാസത്തെ നിങ്ങളുടെ പെർഫോമൻസ് ആയിരിക്കും നോക്കുന്നുണ്ടാവാം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 4 1-to-1 പോലെ 6 മാസത്തിൽ 24 1-to-1s ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അത് കൺസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പോയിന്റ്സ് 1-to-1 നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 1-to-1 വഴി നമ്മൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുകയും ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർക്ക് റഫറൽ കൊടുക്കാൻ നമുക്കൊരു ചാൻസും കിട്ടിക്കഴിഞ്ഞാൽ അതും ഒരു പോയിന്റ് ആയിട്ട് മാറും. അതാണ് തേർഡ് പോയിന്റ് ആയിട്ടുള്ള റഫറൽസ്. ഒരു റഫറൽ ഒരു മാസം നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് 5 പോയിന്റ്സ് ബി എൻ ഐ നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ 5 റഫറൽസ് വരെ മാക്സിമം ആയിട്ട് നമുക്കൊരു മന്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം പോയിന്റ്സ് ആയിട്ടുള്ള 25 പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബി എൻ ഐയുടെ എല്ലാ ട്രാഫിക് ലൈറ്റ്സിലും ലാസ്റ്റ് 6 മന്ത്സിലെ സ്കോർ ആയിരിക്കും കൺസിഡർ ചെയ്യുക. റഫറൽസിന്റെ കേസിലും സെയിം ആണ്. ഇങ്ങനെ നമ്മൾ റഫറൽസ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആർക്കെങ്കിലും അതുവഴി ഒരു ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് TYFTB, താങ്ക് യു ഫോർ ദ ബിസിനസ് എന്ന് പറയുന്ന ടൂൾ. അതാണ് നമ്മുടെ 4ാമത്തെ ടൂള് ബി എൻ ഐ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതുവഴിയും നമുക്ക് പോയിന്റ്സ് നേടാം. അത് എത്ര എമൗണ്ട് വെച്ചിട്ടാണ് നമുക്ക് റഫറൽ കൊടുക്കാൻ പറ്റിയത് എന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ സ്കോർ വരുന്നത്. 12 ലക്ഷം രൂപ വരെയാണ് ലാസ്റ്റ് 6 മന്ത്സിലെ പോയിന്റ്സ് കൗണ്ട് ചെയ്യുക. ആ 12 lakhs കിട്ടുവാണെങ്കിൽ മാക്സിമം പോയിന്റ് ആയിട്ടുള്ള 5 പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ബി എൻ ഐയുടെ 5ാമത്തെ ടൂളാണ് വിസിറ്റേഴ്സ് ഇൻവൈറ്റിംഗ്. നമ്മുടെ ചാപ്റ്ററിൽ ഇല്ലാതെ വരുന്ന ബിസിനസ്സുകാരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഓരോ വിസിറ്ററിനും ബി എൻ ഐ നമുക്ക് പോയിന്റ്സ് തരുന്നുണ്ട്. ഒരു വിസിറ്ററിന് 5 പോയിന്റ്സ് വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അങ്ങനെ 5 വിസിറ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 പോയിന്റ്സ് വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതും 6 മന്ത്സ് റോളിങ്ങിലായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും മെമ്പേഴ്സിന് ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റും.
PNA സിസ്റ്റം അനുസരിച്ച് ഒരു കാറ്റഗറിയിൽ ഒരു മെമ്പർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ സ്പോൺസർ എന്ന് വിളിക്കും. അതായത് ഇൻവൈറ്റ് ചെയ്ത ആളെ സ്പോൺസർ എന്നാണ് വിളിക്കുക. അപ്പോൾ എവരി മെമ്പർ നമുക്ക് സ്പോൺസർ ആവാൻ പറ്റുന്നു, അതിന് നമുക്ക് 5 പോയിന്റ്സ് ആണ് BNA തരുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരുന്ന BNAയുടെ ടൂളാണ് ട്രെയിനിങ് പ്രോഗ്രാംസ്. അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും BNA കൊടുക്കുന്നുണ്ട്. നമ്മൾ BNAയുടെ ഓരോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് 5 പോയിന്റ്സ് വെച്ച് കിട്ടും. അങ്ങനെ ഒരു 6 മന്ത്സിൽ 2 ട്രെയിനിങ് വരെ നമുക്ക് അറ്റൻഡ് ചെയ്താൽ മാക്സിമം പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. കൂടുതൽ ട്രെയിനിങ് അവരവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 7 ടൂൾസാണ് BNAയ്ക്കുള്ളത്. അതിൽ അറ്റൻഡൻസിന് 10 പോയിന്റ്സ്, 1-to-1 20 പോയിന്റ്സ്, റഫറൽസ് 25 പോയിന്റ്സ്, താങ്ക് യു നോട്ട്സ് 5 പോയിന്റ്സ്, വിസിറ്റേഴ്സ് 25, സ്പോൺസേഴ്സ് 5 ആൻഡ് ട്രെയിനിങ് 10 പോയിന്റ്സ്. ഓവറോൾ 100 പോയിന്റ്സ്. ഇതിൽ 70 ഓർ മോർ പോയിന്റ്സ് കിട്ടിയാൽ നമ്മൾ ഗ്രീൻ മെമ്പറായി, 50 ഓർ മോർ പോയിന്റ്സ് ആംബർ മെമ്പറായി, 30 ഓർ മോർ പോയിന്റ്സ് നമ്മൾ റെഡ് മെമ്പർ ആയിരിക്കും, ലെസ് ദാൻ 30 ഗ്രേ മെമ്പർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രാഫിക് ലൈറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും BNA ട്രാഫിക് ലൈറ്റ്സ് സ്കോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഗ്രീൻ മെമ്പർ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രീൻ മെമ്പർ ആയി കഴിഞ്ഞാൽ ആസ് പെർ BNA സിസ്റ്റം 10 times മോർ റഫറൽസ് കിട്ടുമെന്നുള്ളതാണ് BNA വിശ്വസിക്കുന്നത്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.